തെരഞ്ഞെടുപ്പിന്റെ പരിപാടികൾ ആരംഭിച്ചപ്പോൾ വയനാട്ടില് രാഹുൽ ഗാന്ധി വന്ന അദ്ദേഹത്തിന്റെ റോഡ് ഷോ നടത്തിയപ്പോൾ അതില് കുടിയില്ലാത്തതിനെ കുറിച്ച് ഞാൻ നേരത്തെ സംസാരിച്ചു. അതിനുള്ള പ്രതികരണം കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വന്നത് അത് BJP-യുടെ സ്വരമാണെന്ന്. BJP-ക്കും എനിക്കും ഒരേ സ്വരമാണെന്ന് ആക്ഷേപിക്കാനാണ് അതിന്റെ പ്രതികരണം എന്ന നിലയ്ക്ക് തയ്യാറായി. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യം, എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുത, അത് മാറ്റിമറിക്കാനാവുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് അതിലൂടെ നടത്തിയ ശ്രമം. ഞങ്ങൾക്ക് സംഘപരിവാറിനോട് എതിർക്കും. സംഘപരിവാർ ഞങ്ങളുടെ നേരെ ഹിംസാത്മകമായ ആക്രമണം നടത്തുന്നതല്ല നാടിനും ജനങ്ങൾക്കും അറിയാവുന്നത്. സംഘപരിവാറുമായി കോൺഗ്രസ് എങ്ങനെയൊക്കെ സമരസപ്പെടുന്നു എന്നത് ഈ പ്രചരണ പരിപാടികളിൽ സംസാരിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ സംസാരിക്കുന്ന വിഷയം ഇത് രാജ്യത്തിന്റെ അനുഭവമാണ്. ആ കാര്യത്തില് നമ്മുടെ നാടിന്റെ തന്നെ ഒരു അനുഭവം ഇപ്പോൾ ഓർക്കുന്നതല്ല. ഉള്ള നിയമസഭയല്ല, കഴിഞ്ഞ നിയമസഭ. അതില് BJP-ക്കൊരു പ്രതിനിധിയുണ്ട്. BJP കേരളത്തില് അക്കൗണ്ട് തുറന്നു 2016. യഥാർത്ഥത്തിൽ ആ അക്കൗണ്ട് BJP-യുടെ കരുത്തിന്റെ ഭാഗമായി തുറന്നതായിരുന്നു. അത് BJP-ക്ക് പോലും അവകാശപ്പെടാനാവില്ല. ഞങ്ങൾ ഏതായാലും 2021 തെരഞ്ഞെടുപ്പിൽ ആ അക്കൗണ്ട് പൂട്ടിക്കും എന്ന് പരസ്യമായി തന്നെ പറഞ്ഞു. അത് ആ നിലക്ക് തന്നെ സംഭവിച്ചു. പൂട്ടിച്ച് ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രി സഖാവ് ശിവൻകുട്ടി അവിടെ നിന്നാണ് ജയിച്ചത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, 2011 17.38% വോട്ട് UDF-ന് ആ മണ്ഡലത്തിലുണ്ടായിരുന്നു. 2011 തെരഞ്ഞെടുപ്പിൽ നിന്ന് 2016 UDF-ന് ഈ 17.38 9.7% കുറഞ്ഞു. എവിടെ പോയി കോൺഗ്രസിന്റെ വോട്ട്? ആ വോട്ട് ചേർന്നപ്പോഴാണ് അക്കൗണ്ട് തുറക്കാനായത് BJP. അതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ഉണ്ടായ ഒരു ഡീല്
ആ ഘട്ടത്തിൽ തന്നെ പുറത്തായതാണ്. അപ്പോ സ്വന്തം വോട്ട് ദാനം ചെയ്ത് കേരളത്തിന്റെ പൊതുവായ സാഹചര്യം അട്ടിമറിച്ചു BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയതാണ് കോൺഗ്രസ്, UDF. ഇതൊന്നും ഞങ്ങളുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ നിലപാട് മാറ്റുന്നവരല്ല ഞങ്ങൾ. ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, ഇനിയൊരു അവസരം, തുടർ ഭരണത്തിനുള്ള അവസരം BJPക്ക് ഇല്ലാതിരിക്കുക. ഈ ലക്ഷ്യത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJP വിരുദ്ധമായ ഒരു പൊതുവേദി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടപ്പോൾ അതിൽ സജീവമായി തന്നെ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. കേരളത്തില് 20 മണ്ഡലങ്ങളാണ്. ഈ 20 ഒന്നിൽ പോലും BJP ജയിക്കില്ല. മാത്രമല്ല, ഈ 20-ൽ BJPക്ക് 2ാം സ്ഥാനം പോലും ഉണ്ടാകില്ല. ഇതാണ് നാം കാണേണ്ടത്. സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തെ കേരളത്തിന്റെ മണ്ണിൽ കാലുറപ്പിക്കാൻ അനുവദിക്കില്ല. രാഷ്ട്രത്തിനും ജനതയ്ക്കും നേരെ സംഘപരിവാർ ഉയർത്തുന്ന നിരവധി ഭീഷണികളുണ്ട്. ആ ഭീഷണികളെ നെഞ്ചുവിരിച്ച് എതിർക്കുകയും അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ചാലകശക്തിയായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇതാണ് LDF ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ്. രാഷ്ട്രീയ പാർട്ടികള് തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് മുഖ്യമായും പ്രകടന പത്രികകൾ അവതരിപ്പിച്ചുകൊണ്ടാണ്. സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്ന് പാർട്ടി ഉറപ്പുവരുത്തുമെന്നാണ് മാനിഫെസ്റ്റോയിലെ പ്രഖ്യാപനം. ഇവിടെ കാണേണ്ടത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഇന്നലെ പുറത്തിറങ്ങിയിട്ട് ഇന്ത്യ എന്ന ആശയത്തിനുമേൽ സംഘപരിവാർ അവരുടെ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തുന്ന വെല്ലുവിളികളും ആ വെല്ലുവിളികളെ ഗൗരവത്തോടെ സമീപിക്കുന്ന ഒന്നാണോ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ എന്നതില് സംശയമുണ്ട്. ഇപ്പോ നമ്മുടെ രാജ്യത്ത് ധ്രുവീകരണത്തിനുള്ള അപകടകരമായ തന്ത്രമാണ് പൗരത്വ ഭേദഗതി നിയമം. ആ പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കും എന്ന ഉറപ്പ് CPIM മാനിഫെസ്റ്റോ നൽകുന്നു.
കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ഈ കാര്യത്തിൽ കുറ്റകരമായ മൗനമാണ് പാലിക്കുന്നത്. രാജ്യം നേരിടുന്ന ഗൗരവമായ ഒരു വിഷയത്തിൽ കോൺഗ്രസ് കാണിക്കുന്ന കുറ്റകരമായ മൗനം. പൗരത്വ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി ഇതേവരെ അവരുടെ നേതൃത്വം ഒരക്ഷരം എതിരായി പറഞ്ഞിട്ടില്ല. ഇത് പറയാതിരിക്കുന്നത് ആലോചിച്ചുറപ്പിച്ച അവരുടെ തീരുമാനമാണ് എന്ന് ഈ മാനിഫെസ്റ്റോ പുറത്തിറങ്ങിയതോടെ കൂടുതൽ വ്യക്തമാവുകയാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കാണുന്ന ഈ വർഗീയ നമ്മുടെ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്ക് അവരിറക്കുന്ന മാനിഫെസ്റ്റോയിൽ ഒന്നും പറയാനില്ല. ഇത് എങ്ങനെയാണ് രാജ്യം മനസ്സിലാക്കേണ്ടത്? പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്നെല്ലാം പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നതായി കേൾക്കുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയങ്ങളിൽ പൗരത്വ നിയമ ഭേദഗതി ഉണ്ടാവാൻ പാടില്ല എന്ന നിർബന്ധം കോൺഗ്രസിന് എങ്ങനെയാണ് വരുന്നത്? കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഒരു നിലപാടായിരുന്നു ഇത് എന്നല്ലേ പ്രകടന പത്രിക വ്യക്തമാക്കുന്നു. പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നത് BJP ഗവൺമെന്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത് സംഘപരിവാർ അതിന്റെയാണല്ലോ. എങ്ങനെയാണ് ആ സംഘപരിവാർ അജണ്ടയോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള മനസ്സ് കോൺഗ്രസിനുണ്ടായി? അതല്ലേ പ്രശ്നം. സാധാരണഗതിയിൽ എല്ലാവരും ഒന്നിച്ചെതിർക്കേണ്ടുന്ന കാര്യമില്ലേ? പൗരത്വം മതാടിസ്ഥാനത്തിൽ എന്നത് ആധുനിക ലോകത്ത് ഏതെങ്കിലും പരിഷ്കൃത രാഷ്ട്രം കണക്കാക്കുന്നുണ്ടോ? അതുകൊണ്ടല്ലേ ഇന്ത്യ ഗവൺമെന്റ് നിലപാടിനെ അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾക്ക് വിമർശിക്കേണ്ടി വന്നു. ഐക്യരാഷ്ട്ര സംഘടന അടക്കമുള്ള ലോക സംഘടനകൾ വിമർശിച്ചതും ഇത് ലോകം അംഗീകരിക്കാത്തതിന്റെ ഭാഗമല്ലേ? മതനിരപേക്ഷത ഉറപ്പു നൽകുന്ന ഭരണഘടന, അതിന് വിരുദ്ധമായി മതാടിസ്ഥാനത്തിൽ പൗരത്വം എന്ന നിലപാട് BJP ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ അതിനെ ശക്തമായി എതിർക്കുന്ന കൂട്ടത്തിൽ കോൺഗ്രസും ഉണ്ടാകേണ്ടതല്ലേ? ഇപ്പോ പൗരത്വത്തിന് അപേക്ഷ നൽകുന്നവർ ആ പൗരത്വ അപേക്ഷകരുടെ മതം സാധൂകരിക്കുന്നതിന് പ്രാദേശിക പൂജാരിമാർക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകാൻ ഈ
പൗരത്വ ഭേദഗതി നിയമം അനുവദിക്കൂ എന്നുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട്. രാജസ്ഥാനിൽ RSS പോഷക സംഘടന പൗരത്വ ഭേദഗതി നിയമം വഴിയുള്ള പൗരത്വത്തിനുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വിതരണം തുടങ്ങി എന്നതും പുറത്തു വന്നിട്ടുണ്ട്. കാര്യങ്ങൾ ഇത്രയെല്ലാം ആയിട്ടു ഈ പറയുന്ന പൗരത്വ നിയമ ഭേദഗതിയെ പറ്റി തുറന്ന അഭിപ്രായം പറയില്ല എന്ന നിലപാട് കോൺഗ്രസിന് ഈ പൗരത്വ ഭേദഗതി നിയമത്തിൽ എന്ത് സമീപനമാണ് എന്നല്ലേ കാണിക്കുന്നത്. രാജ്യത്തിന്റെ ഭരണഘടനയും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങളും സംരക്ഷിക്കുമെന്ന ഉറപ്പാണ് CPIM മാനിഫെസ്റ്റോയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. കാശ്മീരിന്റെ പ്രത്യേക പദവി അത് ആർട്ടിക്കിൾ 370 പ്രകാരമുള്ളതാണ്. അത് പുനഃസ്ഥാപിക്കുകയും കാശ്മീർ ജനതയുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് CPIM അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണേണ്ട കാര്യം ഈ ആർട്ടിക്കിൾ 370 വിഷയത്തിൽ കോൺഗ്രസ് മാനിഫെസ്റ്റോ എന്താണ് പറയുന്നത് എന്നാണ്. കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഈ ആർട്ടിക്കിൾ 370 BJP സർക്കാരാണ് ഒരു ദിവസം പെട്ടെന്ന് റദ്ദാക്കുന്നത്. അത് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയമാണ്. ആ സംസ്ഥാനത്തെ വെട്ടിമുറിച്ച് സംസ്ഥാനത്തിന്റെ സംസ്ഥാന പദവി എടുത്തു കളയുകയും ചെയ്തു. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. സംഘപരിവാറിന്റെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കണം എന്നവര് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് അവര് 2019 സാധാരണഗതിയിലുള്ള നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ റദ്ദ് ചെയ്യുന്ന നിലയെടുത്തു. ഇതിന് ശക്തമായ പ്രതിഷേധമുയർന്നു. പക്ഷേ സഭക്കകത്തും പുറത്തും ആ രീതിയിലുള്ള പ്രതിഷേധമുയർത്തുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്നല്ലേ വസ്തുത. അന്ന് തന്നെ ആ രീതിയിൽ പ്രതിഷേധമുയർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അപ്പൊ സംഘപരിവാർ അജണ്ടയോട് എങ്ങനെ സമരസപ്പെട്ട് നിൽക്കുന്നതെന്നാണ് ഇതിലൂടെയൊക്കെ വ്യക്തമാക്കുന്നത്. ഈ കാര്യം നടന്നപ്പോ മറ്റൊന്നും കൂടി സംഭവിച്ചു. കോൺഗ്രസിന്റെ രാജ്യസഭയിലെ ചീഫ് വിപ്പ് അദ്ദേഹം ആസാമിൽ നിന്നുള്ള MP ഭുവനേശ്വർ കാലിദിയായി. അപ്പൊ ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്ന BJP നിലപാട് വന്നപ്പോ ആവേശഭരിതനായി അദ്ദേഹം നേരെ BJP ചെറിയോ കോൺഗ്രസ് BJP ചേർന്നു. BJP അദ്ദേഹത്തെ ആസാമിൽ നിന്നുള്ള രാജ്യസഭാംഗമാക്കി. അപ്പൊ കോൺഗ്രസിനകത്ത് ഏത് തരത്തിലുള്ള മനസ്സുകാരാണുള്ളത് എന്നാണ് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇപ്പോ പൗരത്വ നിയമ ഭേദഗതിയില് പ്രശ്നം പോലെ തന്നെ
ഭരണത്തിലെത്തിയാൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കും എന്ന് പറയാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ഇപ്പോ സംസ്ഥാന പദവി തിരിച്ചു നൽകും എന്ന വാഗ്ദാനം കോൺഗ്രസ് നൽകുന്നത്. അതുമാത്രമാണോ കാശ്മീരിന്റെ പ്രശ്നം? അപ്പൊ നാം കാണേണ്ടത് കോൺഗ്രസിന്റെ ഇത്തരമൊരു സമീപനം പുതിയതാണ് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷതയെ ഗൗരവമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർന്നപ്പോഴൊക്കെ കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള സമീപനം നാം കണ്ടിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ ബാബറി മസ്ജിദ് വിഷയമുണ്ടായപ്പോൾ അന്ന് കോൺഗ്രസിന്റെ നിലപാട് സംഘപരിവാറിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. നരസിംഹറാവുവിന്റെ കയ്യയച്ച സഹായമാണ് അന്ന് സംഘപരിവാറിന് ബാബറി മസ്ജിദ് തകർക്കാനുള്ള വഴിയൊരുക്കിയത് എന്ന് രാജ്യമാകെ അംഗീകരിച്ച കാര്യമാണ്. 2018 ബാബറി മസ്ജിദ് കേസില് സുന്നി വഖഫ് ബോർഡിന്റെ അഭിഭാഷകനായി ഹാജരാകുന്നത് കപിൽ സിബലായിരുന്നു. അന്ന് കപിൽ സിബലിനോട് അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് പിന്മാറണം എന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ട നിലയുണ്ടായി. അയോധ്യയില് ഭൂമി പൂജ നടന്നപ്പോൾ അവിടെ ഹനുമാൻ ചാൽസ് നടത്തുകയും വെള്ളി ഇഷ്ടിക അയച്ചു കൊടുക്കുകയും ചെയ്തത് അന്നത്തെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കമൽനാഥ് ആയിരുന്നു എന്നതും രാജ്യത്തിന് പൊതുവെ അറിയാവുന്ന കാര്യമാണ്. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ഘട്ടത്തിൽ കർണാടക സർക്കാരിന് കീഴിലെ 34,563 ക്ഷേത്രങ്ങൾ, ആ മുഴുവൻ ക്ഷേത്രങ്ങളിലും സ്പെഷ്യൽ പൂജയും പ്രാർത്ഥനയും നടത്താനായിരുന്നു അവിടുത്തെ കോൺഗ്രസ് സർക്കാർ പ്രത്യേക ഉത്തരവിറക്കി. ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ ആ ദിവസം പൊതു അവധിയായി പ്രഖ്യാപിച്ചു. കോൺഗ്രസിന്റെ സംസ്ഥാന മന്ത്രി നേരെ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അദ്ദേഹത്തിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ 100 അസംബ്ലി മണ്ഡലങ്ങൾ 10 കോടി വീതം ചെലവിട്ട് രാമക്ഷേത്രം പണിയുമെന്നായിരുന്നു. പ്രാണപ്രതിഷ്ഠ ദിവസം ആസാമിന് ഹനുമാൻ വേഷം കെട്ടിയത് കോൺഗ്രസിന്റെ മുന്തിയ നേതാവുമായിരുന്നു. ഇവിടെ കോഴിക്കോട് NIA ഭേദഗതി ബിൽ പാസാക്കാനായി കൈമുട്ടി. അവിടെ ഇടതുപക്ഷമാണ് ബില്ലിന് എതിർത്തുകൂട്ടിയത്. എതിർത്തുകൂട്ടിയത് 6 പേര്. അതിലൊന്ന് ആലപ്പുഴ മണ്ഡലത്തിലെ ജനപ്രതിനിധി സുധാ വാരി. കോൺഗ്രസ് ഇക്കാര്യത്തിൽ BJPയുടെ കൂടി EAPA ബിൽ EAPA
കൃത്യമായൊരു കരിനിയമമാണ്. അതിനെ കൂടുതൽ കരിനിയമം എന്ന രീതിയിൽ ശക്തിപ്പെടുത്താനുള്ള ബില്ലാണ് കൊണ്ടുവന്നത്. അപ്പോ കോൺഗ്രസ് എന്ത് നിലപാടെടുത്തു? രാജ്യസഭയില് കോൺഗ്രസ് നിലപാട് കാരണം ആ ഭേദഗതി ബില്ല് 42-നെതിരെ 142 പേരുടെ പിന്തുണയോടെ പാസ്സാകുന്നതിനെയാണുണ്ടായി. ഇത്തരം കാര്യങ്ങൾക്ക് എങ്ങനെയാണ് കോൺഗ്രസിന് ഇതുപോലുള്ള സമീപനം സ്വീകരിക്കാൻ കഴിയുന്നത്? ഇത് വ്യക്തമല്ലേ എന്താണ് ഉദ്ദേശം? ഇത്തരം നിയമ ഭേദഗതി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എല്ലാവർക്കും വ്യക്തതയുള്ള കാര്യമാണ്. CPIM മാനിഫെസ്റ്റോ മുന്നോട്ട് വെക്കുന്ന കാര്യം CAPAയും PMLAയും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അതുപോലുള്ള കരിനിയമങ്ങൾ റദ്ദാക്കുമെന്നുള്ളതാണ്. അത് കൃത്യമായി പറഞ്ഞിരിക്കുക. കോൺഗ്രസ് മാനിഫെസ്റ്റോയില് ഇത് കാണാൻ കഴിയില്ല. അന്വേഷണ ഏജൻസികൾക്കെതിരെ ചെറിയ രീതിയിലുള്ള പരാമർശങ്ങൾ ചിലപ്പോൾ കാണാനാവും. അതിനപ്പുറം കൂടുതൽ പറയാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കഴിയാത്തത്? ഇതൊരു ഗൗരവമായ പ്രശ്നമല്ലേ? രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള കോർപ്പറേറ്റ് സംഭാവന നിർത്തലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് CPIM മാനിഫെസ്റ്റോയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെ അന്വേഷണത്തിന് വിധേയമാക്കുമെന്നാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം. എന്നാൽ ഇവിടെ എല്ലാവർക്കും അറിയാലോ, ഇലക്ട്രൽ ബോണ്ടിന്റെ വക ഏറ്റവും കൂടുതൽ BJP ആണ് വാങ്ങിയത്. പക്ഷെ 2000 കോടിയോളം രൂപ കോൺഗ്രസ് വാങ്ങി വെച്ചിരിക്കുക. അപ്പൊ ആ കാര്യത്തിൽ ജനങ്ങളിൽ നിന്ന് അത് മറച്ചു വെക്കാനാകുന്ന കാര്യമാണ്. ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തതയോടെയുള്ള സമീപനം സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നത് നാം ഗൗരവമായി കാണേണ്ടതായി. 90കളിൽ കോൺഗ്രസ് കൈക്കൊണ്ട നവലിബറൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അതിനെ വലിയ തോതിൽ മഹത്വവൽക്കരിച്ച് തയ്യാറാക്കിയതാണ് കോൺഗ്രസ് മാനിഫെസ്റ്റോ. നമ്മുടെ രാജ്യവും ജനങ്ങളും നേരിടുന്ന പ്രതിസന്ധി ഈ നവലിബറൽ നയങ്ങൾ കാരണമാണ്. അനുഭവത്തിൽ നിന്ന് ഒരു പാഠവും ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നതാണ് കാണേണ്ട കാര്യം. അപ്പൊ കോൺഗ്രസിന്റെ ഈ കപടമുഖം തുറന്നു കാണിക്കുമ്പോൾ അതിന് വല്ലാതെ കൊള്ളേണ്ടതില്ല എന്നതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഇത്തരം പ്രകടന പത്രികയിലൂടെ കോൺഗ്രസ് രാജ്യത്തെ സാധാരണ ജനങ്ങളെയും ന്യൂനപക്ഷത്തെയും വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. BJPയുടെ ദുർഭരണത്തെ ശക്തമായി എതിർക്കുന്നതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഇത്തരം കാപട്യങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ടുള്ള ഇടപെടലാണ് ഞങ്ങൾ നടത്തുന്നത്. ആ ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ നിർവഹിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ ഈ രീതിയിൽ തന്നെ തുടരണോ എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ
നമ്മുടെ രാജ്യത്ത് ഇന്ന് രാഷ്ട്രത്തിന് അപകടകരമായ നയം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന BJP ഗവൺമെന്റിനെ തൂത്തെറിയാനുള്ള വോട്ടാണ് കേരളം ജനങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അതിന് കാണേണ്ട ഒരു കാര്യം, ആ വോട്ട് കോൺഗ്രസിനുള്ളതാകില്ല. കഴിഞ്ഞ 5 വർഷത്തെ അനുഭവം നല്ല രീതിയിൽ ജനങ്ങളെ അനുഭവത്തിലൂടെ ബോധ്യമുള്ളവരാക്കി മാറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ ഉയർത്തുന്ന പ്രശ്നങ്ങൾ, ജനപക്ഷ രാഷ്ട്രീയം, ഇതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ കൂടുതൽ സ്വീകരിക്കുന്ന നിലയിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിലുള്ള സ്വീകാര്യതയാണ് LDFന് കേരളത്തിന്റെ എല്ലാ മേഖലകളിലും കാണാൻ കഴിയും. ഇതാണ് ഈ ഘട്ടത്തിൽ ആമുഖമായി പറയാനുള്ളത്. ഇത് തീർത്തും നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണ്. ആ നിയമവിരുദ്ധമായ പ്രവർത്തനത്തെ ശക്തമായ നിയമ നടപടികളിലൂടെ നേരിടും. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകേണ്ടതായില്ല. ഇവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ഗൗരവമായി തന്നെ നടത്തുന്നുണ്ടാവും. അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കാണുന്നത്. അങ്ങനെ റിപ്പോർട്ട് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതെങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അറിയില്ല. അത്തരം റിപ്പോർട്ട് അവിടെ ആർക്കെതിരെയാണ് കലാപം നടത്താനുള്ളത്? ആ മണ്ഡലം ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ വിജയിച്ചു വരാൻ പോകുന്ന മണ്ഡലമാണ്. സാധാരണഗതിയിൽ ഒരു തരത്തിലുള്ള ആശങ്കയും LDFനില്ല. LDFിലെ പ്രമുഖ കക്ഷിയാണല്ലോ CPIM. ആ CPIMന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ കുറിച്ച് യാതൊരു ആശങ്കയും ആ മണ്ഡലത്തിലില്ല. പിന്നെ എന്തിനാണ് മറ്റു തരത്തിലേക്ക് നീങ്ങുന്നത്? ഇത് CPIMുമായി യാതൊരു ബന്ധവുമില്ല എന്ന് CPM തന്നെ കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ്. പിന്നെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ അത് സാധാരണഗതിയിൽ ഉയർത്തുന്നുവെന്ന് മാത്രമേ ഈ ഉയർന്ന ആരോപണങ്ങളെ കുറിച്ച് കാണേണ്ടതായിട്ടുള്ളൂ. അത് ആണല്ലോ ഇപ്പോഴത്തെ ഒരു എങ്ങനെ കാര്യങ്ങൾ വളച്ചൊടിക്കാം എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണല്ലോ. ഈ 2019 തെരഞ്ഞെടുപ്പില് നമ്മള് കേരളത്തില് LDFന് കനത്ത തിരിച്ചടിയേറ്റു. അന്ന് നല്ല രീതിയിൽ UDF ജയിച്ചു വന്നു. എന്തുകൊണ്ടാണ്? ആ ഭാഗമാണ് ഞാൻ പറയുന്നത്. അന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചപ്പോൾ ആദ്യം കോൺഗ്രസ്സുകാർ പറഞ്ഞു ഇത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് പിന്തുണ നൽകണം എന്നൊരു പ്രചരണം ആകെ അടിച്ചു. തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഇതേ കോൺഗ്രസ്സുകാർ മറ്റൊരു പ്രചരണം വെച്ചു. ഇന്ത്യയിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാനിടയില്ല, കേവലം ഭൂരിപക്ഷം കിട്ടാനിടയില്ല. അപ്പോ കൂടുതൽ അംഗബലമുള്ള പാർട്ടിയാണ് ഗവൺമെന്റ് രൂപീകരിക്കാൻ ശ്രമിക്കുക. കോൺഗ്രസിന് അംഗബലം കൂടുതലില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഗവൺമെന്റ് രൂപീകരിക്കാൻ ക്ഷണിക്കില്ല. കേരളത്തില് ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് അവസരം നൽകുന്നതിന് വേണ്ടി എല്ലായിടവും UDFന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. ഇതാണ് കോൺഗ്രസ് അഴിച്ചുവിട്ട പ്രചരണം. ഞാൻ ഉപയോഗിച്ച വാഗ്ദാനം ഇതാണ്. നമ്മള് മലയാളികൾ ശുദ്ധാത്മാക്കൾ അത് ശരിയാണല്ലോ എന്ന് കരുതി. LDFനോട് പ്രത്യേക വിരോധമൊന്നുമില്ല. പക്ഷെ LDFും കോൺഗ്രസും എല്ലാം UDFും എല്ലാം BJPക്കെതിരാണ്. ഇപ്പൊ ഗവൺമെന്റ് രൂപീകരിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം നടക്കുന്നില്ലേ നല്ലത് എന്ന് ജനങ്ങൾ കരുതി. അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ LDFന് കനത്ത പരാജയം എത്തിച്ചു. UDFന് വലിയ വിജയം സമ്മാനിച്ചു. ആ സമ്മാനിച്ച വിജയത്തിന്റെ ഭാഗമായി 5 വർഷത്തെ അനുഭവം ഉണ്ടായി.
ഈ വോട്ട് ചെയ്തവര് ഈ 5 വർഷക്കാലത്തെ, പിന്നെ അതിന്റെ ഉദാഹരണങ്ങൾ പറയുന്നു, ആ വിവിധ ഘട്ടങ്ങളിലുള്ള അനുഭവങ്ങൾ വല്ലാത്ത വേദനയോടെയല്ലേ നോക്കിക്കണ്ടത്, വല്ലാത്ത നീറ്റലല്ലേ മനസ്സിലുണ്ടായത്. ആ ഉദാഹരണങ്ങൾ പറയാം. ഇതെങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെ ന്യായീകരിക്കുന്നത്? എന്നിട്ട് അതിന്റെ ഭാഗമായി കേരളത്തില് ഇനി ഇത്തരം ആളുകൾ ജയിച്ചു പോകാൻ പാടില്ല. കേരളത്തിന്റെ ശബ്ദം പാർലമെന്റിൽ മുടങ്ങാതായിപ്പോയി. അതാണ് ഇതിന്റെ ഭാഗമായി സംഭവിച്ചത്. വളരെ നേർത്തതായിപ്പോയി. അതിന്റെ തിരുത്ത് കാണുമെന്ന് ജനങ്ങൾ തന്നെ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനെ എങ്ങനെ ഭംഗിയായി വളച്ചൊടിക്കാമെന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി വന്നത്. അല്ല, തോട്ടപ്പള്ളി സ്പിൽവേയുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടല്ലേ വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ സ്പിൽവേ വീതി കൂട്ടുമ്പോൾ അതിനെതിരെ ചില പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വകവെക്കാതെ തന്നെ നമ്മളെ വീതി കൂട്ടിയതിന്റെ ഗുണഫലം നമ്മുടെ കുട്ടനാട് അനുഭവിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷമൊക്കെ ഈ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കം അനുഭവിക്കേണ്ടി വന്നില്ല. അതിന് ഒരു ഘടകം ഇതാണ്. അതിന്റെ പണി ഇനി ബാക്കിയുള്ളത് കൃത്യമായി തന്നെ നടത്തുമെന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. കടലാസുകൾ എവിടെ കിടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ എനിക്കിപ്പോ പറയാൻ പറ്റും. അല്ല, ഇതിലൊക്കെ സാധാരണഗതിയിൽ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ ആവശ്യമായ നടപടികൾ എടുക്കുന്നത്. ആ ഡിപ്പാർട്ട്മെന്റിന് ഏതെങ്കിലും ഒരാളോട് വിരോധമോ ഏതെങ്കിലും ഒരാളോട് പ്രത്യേക താല്പര്യമോ വെച്ചിട്ടല്ല കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട്. അവിടെ ചില സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു. അതിന്റെ മേലെയുള്ള അന്വേഷണങ്ങൾ നടന്നു. ആ അന്വേഷണത്തിന്റെ ഭാഗമായി വീഴ്ചക്കാരെന്ന് കണ്ടവരുടെ മേലെയാണ് നടപടികൾ ഉണ്ടായിട്ടുള്ളത്. ആ കാര്യം ഹൈക്കോടതിയുടെ മുന്നിലും ഹൈക്കോടതി ശ്രദ്ധയിലും കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിർദ്ദേശം എന്താണോ ആ നിർദ്ദേശം പാലിക്കുന്നതിനാണ് തയ്യാറാകുന്നതൊക്കെ ആരോഗ്യമന്ത്രിയുടെ പറഞ്ഞതായിട്ട് കാണുന്നുണ്ടല്ലോ. ഞാൻ നേരിട്ട് അന്വേഷിച്ച കാര്യമല്ലത്, ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന ആ രീതിയിൽ കാണുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വേറെ കാര്യങ്ങൾ ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ആരോഗ്യമന്ത്രിയുടെ അറിവിൽപ്പെട്ടിടത്തോളം അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു അന്വേഷണം നടന്നിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ ചില കുറ്റക്കാരെ കണ്ടിട്ടുണ്ട്. ആ കുറ്റക്കാരുടെ കാര്യം ഹൈക്കോടതി ശ്രദ്ധയിൽപ്പെടുത്തും. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എന്താണോ നിർദ്ദേശിക്കുന്നത് നടപ്പാക്കുകയും ചെയ്യും എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. അതിന് കാത്തു നിൽക്കാൻ നമുക്ക്. അതായത് സംസ്ഥാന ഭരണത്തിൽ നേട്ടങ്ങൾ കിട്ടിയത് അവർക്ക് മനസ്സിലായല്ലോ. അത് നല്ല കാര്യമാണ്. ആ നേട്ടങ്ങളാണല്ലോ വലിയ തോതിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിപ്പോഴെങ്കിലും അവർക്ക് പറയാൻ തോന്നിയത് നന്ദി. അങ്ങനെയല്ലത്. സംസ്ഥാന സർക്കാർ അംഗീകാരം കൊടുക്കുന്നല്ല പറഞ്ഞത്, അത് പരിശോധിക്കും എന്നാണ്. പരിശോധിക്കും എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഇപ്പോ നമ്മുടെ എറണാകുളത്തെ കൂടിയൊക്കെ യാത്ര ചെയ്താല് ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങുന്നതിന് അനുകൂലമല്ലെന്നാണ്. എല്ലാം കൂടി തീരുമാനിക്കുമ്പോഴാണ് ആ വിഷയങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ തുടങ്ങുന്നത് ഇവിടെ തീരുമാനം എടുത്തിട്ടില്ല. അതാണ് കാണേണ്ടത്. അത് കേൾക്കാത്തത് കൊണ്ടാണ്. എന്റെ പ്രസംഗം ഇപ്പൊ നിങ്ങൾ കേൾക്കുമല്ലോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമല്ലോ. അപ്പൊ നിങ്ങൾ വരി കാണാൻ എന്താ? അതൊന്നും ഞങ്ങൾ നേരെ ചെലവാകില്ല. കാരണം ഞങ്ങൾ ഈ എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു പോകുന്നതാണ്. പക്ഷെ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് സംഘപരിവാർ മനസ്സിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് പറയുമ്പം വല്ലാതെ കൊള്ളുന്നുണ്ടാവും. തിരുത്തല്ലേ വേണ്ടത്. എന്താ അത് തിരുത്താൻ തയ്യാറാകാത്തത്? ഇപ്പോഴും തയ്യാറാകുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ആലപ്പുഴയിലെ ജനങ്ങളിലാണ് എനിക്ക് നല്ല വിശ്വാസം. അതുകൊണ്ട് അവര് നല്ല പ്രബുദ്ധതയോടെ തന്നെ നിലപാടെടുക്കും. നിങ്ങള് രാജ്യസഭയുടെ കാലാവധി അവിടെ തന്നെ പൂർത്തിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അദ്ദേഹത്തെ പരാജയപ്പെടുന്ന നിലപാട് സ്വീകരിക്കുക ചെയ്യും. പക്ഷെ കാണേണ്ട ഒരു കാര്യം, അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നത് ജയിക്കണമെന്ന താല്പര്യത്തോടെയാണ്. അങ്ങനെ ജയിച്ചു വരികയാണെങ്കിൽ അവിടുത്തെ രാജ്യസഭാ സീറ്റ് ആർക്കാണ്? അത് ബി ജെ പിക്കേ ജയിക്കാൻ പറ്റും. കാരണം ഒരു സീറ്റാണ് ഒഴിവ് വരിക. അവിടെ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആ ഒരു സീറ്റ് തെരഞ്ഞെടുക്കപ്പെടുന്നത് ബി ജെ പി ആയിരിക്കും. അപ്പോ രാജ്യസഭയില് ഒരു 4 സീറ്റിന്റെ കുറവാണ് ഇപ്പം ബി ജെ പിക്കുള്ളത്, കേവല ഭൂരിപക്ഷത്തിൽ. രാജ്യസഭയിൽ കൂടി ഭൂരിപക്ഷം ഉണ്ടായാൽ ഭരണഘടന ഭേദഗതി ചെയ്യുമെന്ന് ഈ രാജസ്ഥാനിന്റെ ബി ജെ പി എം പി തന്നെയാണ് വിവാദപരമായ പ്രസ്താവന ഇറക്കിയത്. അപ്പൊ അവരെ അജണ്ട വ്യക്തമാണ്. ആ 4-ല് ഒരു സീറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് സംഭാവന ചെയ്യുന്നു എന്ന നിലപാടല്ലേ കോൺഗ്രസ് ഇപ്പൊ ഇതിന്റെ ഭാഗമായി എടുത്തത്.
അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പാടുണ്ടായിരുന്നോ? പാടുണ്ടോ? ഇതല്ലേ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ നമ്മള് കാണേണ്ടത് കോൺഗ്രസ് ആഗ്രഹിക്കുന്ന രീതിയിൽ വേണുഗോപാലിനെ ഇവിടെ ജനങ്ങൾ ജയിപ്പിക്കില്ല. അദ്ദേഹം രാജ്യസഭാംഗമായിട്ട് തന്നെ ആ കാലാവധി പൂർത്തിയാക്കാനുള്ള അവസരം ആലപ്പുഴയിൽ സ്വതന്ത്രരായ ജനങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അതും പരോക്ഷമായി, പരോക്ഷമല്ല പ്രത്യക്ഷം തന്നെ BJPക്ക് എതിരെയുള്ള ഒരു നിലപാട് കൂടിയായി മാറും. ഇതിന്റെ മറവിൽ ഒരു സ്വകാര്യ കമ്പനിയും ലാഭം ഉണ്ടാക്കുന്നില്ല. അസംബന്ധമായ പ്രചരണമാണ് അതൊക്കെ. അത് സാധാരണഗതിയിൽ KMML-നെയാണ് ചുമതലപ്പെടുത്തിയത്, KMML-ലാണ് കൊടുക്കുന്നത്. ഇത് നിങ്ങൾ വളരെ കാലമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എത്ര കാര്യങ്ങൾ ബോധ്യപ്പെട്ടാലും തങ്ങൾ പറയുന്ന തെറ്റായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന നിർബന്ധത്തോടെ നിങ്ങൾ ആ നുണയെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? നാട്ടുകാർക്ക് ഇതെല്ലാം മനസ്സിലാവുക. ഞങ്ങള് ഇത്തരം കാര്യങ്ങളിൽ സുവ്യക്തമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. അത് KMML-ന് ആണ് ആ പറയുന്ന മണല് കൊടുക്കാനുള്ള നടപടികൾ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ നിർത്താം.